പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ധന വില വർധനവ് എന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്തെന്നാൽ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയരുമ്പോൾ പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഉയരുന്നു. ജീവിതത്തിൻ്റെ നാനാതുറകളെയും അത് ബാധിക്കുന്നു. എന്നാൽ ഇന്ധനവില കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറയുന്ന കാര്യം സംശയവുമാണ്. അപ്പോഴാണ് പെട്രോൾ GST പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ വില കുറയുമെന്ന് പരക്കെ പറയുന്നത്. ഇക്കാര്യമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് എണ്ണക്കമ്പനികൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിശ്ചയിക്കുന്നത്. ആ വിലയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ക്രൂഡ് ഓയിലിൻ്റെ 75% ഇറക്കുമതിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലയിലെ കയറ്റിറക്കങ്ങൾ രാജ്യത്തെ ഇന്ധനവിലയെ ബാധിക്കും. എണ്ണക്കമ്പനികൾ ഈ അസംസ്കൃത എണ്ണയെ റിഫൈനറിയിലെത്തിച്ച് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും മറ്റും ഉണ്ടാക്കാനുള്ള ചിലവും നമ്മുടെ ഇന്ധനവിലയിൽ കൂട്ടപ്പെടും. റിഫൈനറികളിലേക്ക് അസംസ്കൃത എണ്ണ എത്തിക്കാനുള്ള ചിലവും ഇതിൽപ്പെടും. ഇനി ശുദ്ധീകരിച്ച എണ്ണ പമ്പുകളിലേക്ക് എത്തിക്കാനുള്ള ചിലവും എണ്ണക്കമ്പനികളുടെ ലാഭവും ചേർത്ത് നിശ്ചയിക്കുന്ന തുകയ്ക്കാണ് പമ്പുകൾക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നൽകുന്നത്. ഇനി പമ്പിൽ നിന്നും സാധാരണക്കാരന് ലഭിക്കുന്ന വിലയും അതിൻ്റെ വിശദാംശങ്ങളും നോക്കാം. നമുക്ക് ഉദാഹരണത്തിന് പെട്രോളിൻ്റെ വിലയെടുക്കാം. ഡീസലിൻ്റെ വിലയും ഇങ്ങനെയൊക്കെ തന്നെയാണ് നിശ്ചയിക്കുന്നത്. 1 ലിറ്റർ പെട്രോൾ എണ്ണക്കമ്പനികൾ പമ്പുകൾക്ക് നൽകുന്നത് 57 രൂപ 35 പൈസ എന്ന നിരക്കിലാണെന്നിരിക്കട്ടെ. ഇതോടൊപ്പം 1 ലിറ്ററിന് 19 രൂപ 90 പൈസ നിരക്കിൽ എക്സൈസ് ഡ്യൂട്ടി ചേർക്കണം. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമാണ്. ഇതോടൊപ്പം ശരാശരി ഡീലർ കമ്മീഷനായി 1 ലിറ്ററിന് 3 രൂപ 66 പൈസ കൂട്ടണം. ഇനി വരുന്നത് സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന ടാക്സായ വാറ്റാണ്. ഇത് കണക്കാക്കുന്നത് എണ്ണക്കമ്പനികൾ ഡീലർക്ക് നൽകുന്ന വില, എക്സൈസ് ഡ്യൂട്ടി, ശരാശരി ഡീലർ കമ്മീഷൻ എന്നിവ കൂട്ടിക്കിട്ടുന്നതിൻ്റെ 30.8% നമ്മുടെ ഉദാഹരണത്തിൽ അത് 24 രൂപ 93 പൈസ വരും. ഇത് കൂടാതെ ലിറ്ററിന് 2 രൂപ നിരക്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സെസ്സും ലിറ്ററിന് 1 രൂപ നിരക്കിൽ അഡീഷണൽ സെയിൽസ് ടാക്സും ഈടാക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും കൂടെ ചേർത്താൽ ഡീലർമാർക്ക് എണ്ണക്കമ്പനികൾ നൽകുന്ന വിലയുടെ 78.16% വരും. ഇനി പെട്രോളും ഡീസലും GST പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ എത്ര ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് നോക്കാം. GSTയിലെ ടാക്സ് നിരക്കുകൾ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പടിയാണ്. 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. നമ്മൾ ഏറ്റവും വലിയ പരിധിയായ 28% ടാക്സിൽ പെട്രോളും ഡീസലും ഉൾപ്പെടുത്തിയാൽ പോലും നമ്മളുടെ ഇന്ധനവില ഗണ്യമായി കുറയുമെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെ നമുക്ക് വില കുറയ്ക്കാൻ പറ്റുമോ? ഒരു തമാശയായ ചൊല്ലുണ്ട്. അത് സംസ്ഥാന സർക്കാരുകൾ ചലിക്കുന്നത് 2 ദ്രാവകങ്ങൾക്ക് മുകളിലാണ് എന്നതാണ്. 1 മദ്യം, 2 പെട്രോളും ഡീസലും. ഈ നികുതികൾ ഒഴിവാക്കിയാൽ മറ്റ് വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താനാകാതെ വരും. അത് സമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ GST കൗൺസിൽ പെട്രോളും ഡീസലുമൊക്കെ GSTയുടെ പരിധിയിൽ പെടുത്തണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.